കുട്ടിനെ തല്ലി പറഞ്ഞില്ലേ, എന്തുകൊണ്ട് തല്ലി, ഇവിടെ എന്നെ തല്ലി എന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ടാ. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ വെള്ളം ഇല്ല, അത് പൈപ്പ് വെള്ളം ആണ്. പൈപ്പ് വെള്ളം പറഞ്ഞാൽ ഇവിടെ അന്നത്തെ ദിവസം ഇവിടെ വീട്ടിലേക്ക് പോയിട്ട് സ്കൂളിലേക്ക് പോയിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നപ്പോൾ ഒന്നുമില്ല, ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ പോകുമ്പോൾ ഞാൻ ഭക്ഷണം അത്യാവശ്യം കടയിൽ നിന്ന് കഴിക്കും, ഞാൻ ഒറ്റയ്ക്ക് തനിയെ വെച്ച് കഴിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ വെള്ളമൊന്നും കണ്ടില്ല. അങ്ങനെ ഈ കുറ്റങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, വന്നുള്ളൂ. ഈ കുറ്റം പറയാനുള്ള ഒരു സാഹചര്യമില്ല, അത് നുണയാണ്. അങ്ങനെ ചാമ്പങ്ങ എടുത്ത് കഴിച്ചിട്ട് കുട്ടിക്ക് ഇപ്പം എന്നെ അച്ഛനാണെന്നുള്ള ഞാൻ കണ്ടിട്ടില്ല നേരവണ്ണം. അത് വെച്ചാൽ മുക്കാലും ഗൾഫിലായിരുന്നു. കുഞ്ഞിനും മകൾക്കും വേണ്ടിയിട്ടാണ് ഈ 50 റിയാലിന് വേണ്ടിയിട്ട് അവിടെ പോയി കഷ്ടപ്പെട്ടത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ചാമ്പങ്ങ തിന്ന് എൻ്റെ അപ്പൻ്റെ ചാമ്പങ്ങ തിന്നണ്ട പട്ടി പറഞ്ഞു. ഈ പട്ടി തെണ്ടി നായ പറയുമ്പോൾ നമുക്ക് തല്ലാൻ, നമ്മുടെ മക്കളെ തല്ലാനുള്ള അവകാശമുണ്ടോ മേഡം? ഇല്ലേ. പറയണത് കള്ളമാണ്. എന്താ പറഞ്ഞ ഈ മൂക്ക് തല്ലി പൊട്ടിച്ചിട്ട് ഇവരുടെ വാൽ തുറക്കാൻ പറഞ്ഞു. എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനും അമ്മയും കൂടിയിട്ട് ഫോൺ വിളിച്ച് കുട്ടി ഫോൺ വിളിച്ച് ഈ മൂക്ക് കൂടെ ചോര വരുന്നുണ്ട്. കുട്ടി ഞാനിവിടെ ഇവര് തല്ലി ഇങ്ങനെ പിടിച്ചിട്ട് തല്ലിയത്. ആ തലയിലെ വേദന ഇപ്പോഴും മാറില്ല. ക്ലിബ് 2 തുണ്ടായി. ഇതുപോലത്തെ ഒരു ക്ലിബായിരുന്നു ഇട്ടുണ്ടായിരുന്നു. ഇവര് തല്ലിയ തല്ലില് ക്ലിബ് 2 തുണ്ടായി. ആ ക്ലിബ് കുത്തി അതിന്റെ ചോര ഉണ്ടായിരുന്നു തലയിൽ. ആ 2 തുണ്ടായി ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് മൂക്ക് ഇവര് തല്ലിയ ഇതിലിങ്ങനെ പിടിച്ചിട്ടാണ് തല്ലിയത്. താലിമാല അടക്കം പൊട്ടിയിട്ടുണ്ട് മേഡം. എന്താ ഇവര് 2-3 പ്രാവശ്യം ഇവര് താലിമാല പൊട്ടിക്കണം. ഇവർ ഇപ്രാവശ്യം ഗൾഫിൽ നിന്ന് വന്നിട്ട് ലാസ്റ്റത്തെ പ്രാവശ്യം ഇവര് ഗൾഫിൽ നിന്ന് വന്നിട്ട് പൊട്ടിച്ചതാണ് ഈ താലിമാല. ആദ്യം ഇവര് കല്യാണത്തിലിട്ട താലിമാല ഇവര് പൊട്ടിച്ചു. പൊട്ടിച്ചു തന്നെയാണ് മാഡം. എന്നിട്ട് ഇവരുടെ മൂത്ത അളിയൻ ചെല്ലപ്പൻ പറയുന്ന അളിയനാണ്. ചെല്ലപ്പൻ പറയുന്ന അളിയനും ഉണ്ടായിരുന്നു. ഇവര് ബമണൂര് വേല കാണാൻ വേണ്ടിയിട്ട് പോയി. ബമണൂര് വേല കാണാൻ വേണ്ടി പോയി. ഇവര് സ്വർണത്തിന്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടാവും, പറയാതിരിക്കില്ല. എന്തായാലും ഒരു ഇതുണ്ടായിരുന്നു, എന്താ പറയാ, ഒരു കളവ് കേസ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞാൽ ഇവര് അത്ര നേരം ഒരു കുഴപ്പമില്ല. ബമണൂര് വേലയ്ക്ക്, അതായത് ഏപ്രിൽ മാസം 1-ാം തീയതി ബമണൂര് വേല, ചാടാംകുളങ്ങര വേല. ആ വേല ദിവസം ഇവര് നമുക്ക് രണ്ടുപേരും കൂടി പോകാന്ന് പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞു. ഞാൻ ഞാൻ വരുമ്പോഴേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഞാൻ പുറപ്പെട്ട് നിൽക്കുന്നുള്ളൂ. പുറപ്പെടുമ്പോഴേക്ക് ഇവരിപ്പോ വരാം, ഞാൻ പശുവിനെ അഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പശുവിനെ അഴിക്കാൻ വേണ്ടി പോയതാണ്. പോകുമ്പോ ഒരു കുഴപ്പമില്ല, അവൾ നല്ല സന്തോഷത്തിലായിരുന്നു. ഒത്തിരി കഴിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല സന്തോഷത്തിലായിരുന്നു. വന്ന വരവ് അതായിരുന്നില്ല. പൂവ് നല്ല സന്തോഷത്തിൽ പോയ ആള് പോയി തിരിച്ചു വരുന്ന സമയത്ത് വന്നെത്തിയത് നിന്റെ അച്ഛന്റെ അമ്മന്റെ പേർക്കുള്ള സ്വത്തിനെയൊക്കെ ഞങ്ങൾ വായിക്കും, ഞങ്ങൾ 5 വായിക്കാൻ പോവാണ്, നിനക്ക് ഒന്നും കിട്ടില്ല, നിന്റെ അമ്മയ്ക്ക് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ സ്വത്തിന്റെയും മുതലിന്റെയും നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്തുണ്ടായി? അപ്പൊ തിരിച്ചു വരുമ്പോ ആള് വരുന്നത് ഭയങ്കര ദേഷ്യം. ഈ ദേഷ്യം കൊണ്ടാണ് വരുന്നത് ആള്. ദേഷ്യം വന്നാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ സ്വത്തിന്റെയും മുതലിന്റെയും കൂട്ടം എന്തിനാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ പെണ്ണും കുട്ടിനെയല്ല വേണ്ടത്. നിങ്ങൾക്ക് എന്തിനാ ഈ സ്വത്തിന്റെ കൂട്ടം കൂടണ്ട? നിങ്ങൾ പെണ്ണിനെയും കുട്ടിനെയും ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ആളങ്ങനെ വന്നിട്ട് ഞാൻ ഇത് പറഞ്ഞത് വേണ്ടാത്തത് പറഞ്ഞുകൊണ്ട് അങ്ങനെ തലയ്ക്ക് തല്ലി. ആ തല്ലിയതിൽ ഞാൻ പോയി തെറിച്ചത് ചെയറിന്റെ മേലെയാണ്. ചെയർ പീസായി. ആ തെറിച്ചല്ല തൂണിന്ന് ഇവിടെ ഇതുപോലെ സ്റ്റെപ്പായിരുന്നു. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചു. ഇവര് അത് കണ്ടു വന്നിട്ട് ഇവരുടെ അച്ഛൻ തല്ലി കൊല്ലടാവെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അത് പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്തിനാ മാമ അങ്ങനെ പറയണു? മാമ അച്ഛൻ പറയണു പറഞ്ഞു. അത് പിന്നെ അച്ഛന്റെ പാട്ടിൽ പോയി. ഫസ്റ്റ് കെട്ട് താലി ഇട്ടത് 3.25 പവന്റെ കെട്ട് ചെയിനും, അത് ഇങ്ങനത്തെ ആയിരുന്നില്ല, വേറെ ആയിരുന്നു. ചെയിനും താലിയും കൂടിയിട്ട് പൊട്ടി 3 പീസായി. അത് കൊളുത്തും ഒക്കെ കൂടിയിട്ട് 3 പീസായി. ആ 3 പീസ് ഇവരുടെ കയ്യിൽ തന്നെ കിട്ടിയത്. താലി എന്റെ കയ്യിലും കിട്ടി. താലി എന്നിട്ട് ഇവരുടെ അവിടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഗോപാലൻ പറഞ്ഞ ഒരു ഏട്ടനും ഇവരുടെ മൂത്താളിയൻ ചെല്ലപ്പൻ പറഞ്ഞു മരിച്ചുപോയി. ചെല്ലപ്പൻ പറയണ മരിച്ചുപോയി. ആ ഏട്ടനും കൂടി സുരേഷ്, നീ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല, നീ പോയിട്ട് ചരട് വാങ്ങിയിട്ട് പോകാൻ താഴത്തെ ഒരു കട, ഇതിന്റെ വീടിന്റെ അടുത്തുള്ള കടയിൽ പോയിട്ട് താഴെയൊക്കെ ചരട് വാങ്ങിക്കൊണ്ടുവന്ന് അപ്പോഴേക്കപ്പോഴേ അത് കെട്ടിച്ചു. താലി കെട്ടി, ചെയിൻ ഇവരുടെ കയ്യിലും പെട്ടു. അങ്ങനെയായിരുന്നു അതുണ്ടായിരുന്നു. പിന്നെ അതിന് ഞാൻ എന്നിട്ട് വീട്ടിലേക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയാണ്. എന്നിട്ട് ഞാൻ ഇത് പറഞ്ഞു, ചെറിയ മാമേൻ്റെ അടുത്ത് ഒന്ന് പറയട്ടെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. റോഡിൽ ഇവരുടെ വീട്ടിൽ തന്നെ ഞങ്ങളിപ്പോൾ വീട് കയറ്റി അവിടെ തന്നെ പുളിമരം മുറിച്ചിട്ടുണ്ട്. ആ പുളിമരം മുറിച്ച് ഇത്ര പോകുന്ന വടിയെടുത്തിട്ടാണ് ഇങ്ങനെ തല്ലാൻ മുടിക്കുക തന്നെ. ഇവർക്ക് ക്ഷമ പറയുന്ന സാധനവും ഇല്ല. എന്റെ പെണ്ണും കുട്ടി എന്നുള്ള ചിന്തയും ഇല്ല, ക്ഷമ പറയണതില്ല. അമ്മയും പെങ്ങന്മാരും എന്ത് പറയണം. എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് എനിക്ക് നിന്നെ വേണ്ട, നിന്റെ സ്വത്ത് കണ്ടിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ കല്യാണം കഴിച്ചത്? ഒന്നും പിന്നെ പറയായിരുന്നില്ലേ? പെണ്ണ് നോക്കാൻ വരുമ്പോൾ പറയായിരുന്നില്ലേ? അല്ലെങ്കിൽ വേണ്ട. ഇവരുടെ 3ാമത്തെ പെങ്ങളെ ഷീജ പറഞ്ഞ പെങ്ങളുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു റോസ് കളർ ചുരിദാറായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. പട്ടിന്റെ കളർ ചുരിദാറായിരുന്നു ഇട്ടിട്ടുണ്ട്. ആ ചുരിദാർ ഇട്ടിട്ട് പോയി ഇവർക്ക് ഞാൻ പോലും അറിയാതെ, ഞാനും ഇവരുടെ 2 പെങ്ങന്മാരും കൂടി നിന്നിട്ടാണ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ പോലും അറിയാതെ എന്റെ ഫോട്ടോ ഇവരെടുത്തു.
ഞാൻ എന്നിട്ട് ചോദിച്ചു. എന്നിട്ട് ഞാൻ എന്തിനോ ഇവരുടെ ദൈവപ്പരി തന്നെ കളം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഇവരുടെ പേഴ്സ് ഇവര് ദൈവം പറയുന്നത് കണ്ടപ്പോൾ ഞാൻ ഇവരുടെ പേഴ്സ് സാധനങ്ങളൊക്കെ എന്റെ കൈ കിട്ടി, എനിക്ക് തന്നു. എൻ്റെ അടുത്ത് എടുത്ത് വെക്കാൻ വേണ്ടി തന്നു. ഞാൻ അമ്മേൻ്റെ മുകളിൽ അവിടെ ഓരോരോ ആൾക്കാർ ഇത് എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇവരുടെ അമ്മ എൻ്റെ അടുത്ത് ഇത് പിടിക്കും അതിനെ വേണ്ടിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നു. ആ കൈ കൊണ്ട് തന്നത് ഞാനത് പിടിച്ച് നോക്കിയപ്പോൾ ഇവര് എന്നിട്ട് കാണിച്ചു തന്നു. നോക്കിയിട്ട് നിന്റെ ഫോട്ടോ നോക്കടിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനായിട്ടാ എൻ്റെ ഫോട്ടോ എന്തിനാ നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കെട്ടുകയാണെങ്കിൽ നിന്നെ തന്നെ കല്യാണം കഴിക്കുള്ളൂ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അസുഖത്തിന്റെ കാര്യം നിങ്ങൾക്ക് അസുഖം അറിയും. 1992 ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ അസുഖത്തിന്റെ കാര്യം. അതല്ല അത് പറഞ്ഞു തരുന്നത് അതാണ്. ഈ ഫോട്ടോ എടുത്ത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇതങ്ങനെ പോലെ കംപ്ലൈന്റ് ഉണ്ട്, ഇങ്ങനെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നാളെ മേലെ കണ്ട് കുറ്റം പറയരുത്, എനിക്ക് ഈ പെണ്ണ് വേണ്ട അല്ലെങ്കിൽ വേറെ പെണ്ണ് മതി അല്ലെങ്കിൽ 4 പെൺപിള്ളേരെ കാണുമ്പോൾ എനിക്ക് അത് മതി ഇത് മതി എന്ന് പറയരുത്, പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കണ്ടെന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലാന്ന് ഇവര് പറയാ. മേഡം ഒരു മാമന്റെ മകള് അല്ല ഒരു മാമന്റെ മകൾ എന്റെ അമ്മയ്ക്ക് ഇവരുടെ 5 ആങ്ങളമാർക്കും കൂടി ഉള്ളതാണ്. 5 ആങ്ങളമാർക്കും കൂടി ഉള്ളത് ഒരു പെങ്ങളേ ഉള്ളൂ. ആ ഒരു പെങ്ങളില് ഞാനുള്ളത് ഒരു മകള്, എനിക്കുള്ളത് ഒരു മകള്. ആങ്ങളെയും പെങ്ങളും ഒരുപാട് കാലമായിട്ട് അകന്നു കഴിയണത് അത് ഇവരുടെ പെരുമാറ്റ ദോഷം കൊണ്ട് ഇവരുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട്. ഞങ്ങൾ ഇവര് എന്റെ വീട്ടിൽ വിരുന്ന് വന്നിട്ടുണ്ടല്ലോ, ഇവരുടെ പെങ്ങള് വന്നിട്ടുണ്ട്. കല്യാണം ഉറക്കുന്നതിന് മുമ്പ് ഇവരുടെ നേർ താഴെയുള്ള പെങ്ങള് പ്രസന്ന പറഞ്ഞ പെങ്ങള് വന്നിട്ടുണ്ട്. അവര് വന്ന് വിരുന്ന് എന്നിട്ട് അപ്പൊ ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ മരുന്ന് കഴിക്കണമെന്ന് അറിയില്ലേ, ഒരു മാമൻ അറിയില്ലേ? 5 ആങ്ങളമാരിൽ ഒരു പെങ്ങള് അതിലുള്ളത് ഞാൻ ഒരുത്തിയുള്ളൂ. 2 പേര് മരിച്ചു. ഞങ്ങള് 4 മക്കളാണ്. ആ 4 മക്കള് 2 മക്കള് മരിച്ചു. ഇപ്പൊ 2 ഉള്ളൂ നിലവില്. ഇവര് ദിവസം ഓരോരോ കാരണങ്ങൾ ഈ പഴയ കഥകൾ ഇവിടെ പറയാൻ പാടില്ല, പക്ഷെ എന്നാലും ഈ കഴിഞ്ഞ കഥകൾ പറഞ്ഞ് എന്നെ മാനസികമാക്കിയിട്ടുണ്ട്. ഇവര് ഒരുപാട് അത്രയൊന്നുമല്ല, ഒരുപാട് എന്നെ ദിവസം ഊണിലും ഉറക്കത്തിനും ഭക്ഷണം കഴിക്കണേന് പോലും ഇവരുടെ പെങ്ങള് പ്രസന്ന പറഞ്ഞ പെങ്ങള് ഞാൻ ഓരോ എണ്ണം ചോറിനണു നടക്കാൻ പറഞ്ഞിട്ട് എന്നെ തല്ലിയിട്ടുണ്ട്. ഇവരുടെ അനിയ ഇവരുടെ മുമ്പത്ത് വെച്ച് എന്നെ തല്ലിയിട്ടുണ്ട്. എന്നിട്ട് ഇന്നും ഇവര് എന്തിനാ എന്റെ ഭാര്യനെ തല്ലി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചില്ല. അതെന്താ തല്ലാൻ കാരണം പറഞ്ഞാൽ ഇവരുടെ അമ്മ മാട്ടുമാരനും ചെയ്തു, ഞങ്ങളെ മാട്ടുമാരനും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരി തെളിയിച്ചു തരി. എന്റെ അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ ഒരു ഇതില്ല, നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും അതുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെളിയിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇവരുടെ സംസാരിച്ചു പറഞ്ഞു ഇവരിനെ മയക്കിയെടുക്കണു അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇളയച്ചന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ അളിയന്മാരുടെ അടുത്തോ പറഞ്ഞാൽ അവരെല്ലാവരുടെയും ഞാൻ മയക്കിയെടുക്കണു പറയും. എനിക്ക് അങ്ങനെയുള്ള ഒരു ഇത് അറിയില്ല മേഡം. ഇവരെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ തെളിയിക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോ ഇവരുടെ അനിയൻ വന്നിട്ട് എന്നെ തല്ലിയിട്ടുണ്ട്. അല്ല അപ്പൊ വിജി പറയണത് വിജിയുടെ വീട്ടിലെ സ്വത്ത് കണ്ടിട്ട് സ്വത്ത് കണക്കാക്കിയിട്ട് കല്യാണം കഴിച്ചാണ് അങ്ങനെയാണ് ഇവര് പറയുന്നത്. സ്വത്ത് കിട്ടും അതായത് വിജിയുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. എന്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരുടെ കൂടെ 2-3 പെൺപിള്ളേര് എന്ത് സ്വത്ത് ഇയാൾ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത്? ഇവരുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സ്വർണ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഇത് എന്താ പറയാ കുറച്ച് സ്വർണ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. എന്റെ അമ്മന്റെ പേർക്കുള്ള സ്ഥലവും ഇപ്പൊ ഇവര് പഞ്ചിട്ട് നിൽക്കണം. ഒരു കണ്ടം ഇവര് പഞ്ചിട്ടിട്ടുണ്ട്, ഒരു കണ്ണും എനിക്കറിയില്ല. ഞാൻ ഇതിന് മുന്നിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഏപ്രിൽ 20-ാം തീയതി വരുന്ന സമയത്ത് അതിൽ പഞ്ചിട്ടുണ്ട്. കുമ്പളങ്ങയും പയറും എന്താണ് പടുവളങ്ങയും വെള്ളിരിയൊക്കെ ചീരയൊക്കെ ഞാൻ വരുന്ന സമയത്തുണ്ട്. 20-ാം തീയതി അതായത് ഏപ്രിൽ 20-ാം തീയതി എന്നെ തല്ലിയിട്ട് ഈ മൂക്ക് കൂടെ ചോര വരുന്ന സമയത്ത് അങ്ങനെ ആകിയ സമയത്ത് അന്ന് വരെ ഉണ്ട്. ഇനി ഇപ്പൊ ഉണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. അവരുടെ വീട്ടുകാർ അങ്ങനെ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടല്ലേ തരുന്നത്? പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അവര് വീട്ടുകാരെ തടഞ്ഞു വെച്ചിരിക്കുന്നു പറയുന്നത്? ഒരു പ്രാവശ്യം ഒന്നല്ല മേഡം, ഇത് 4-5 പ്രാവശ്യം ഈ വഴക്കില്ലേ, ഒരു പ്രാവശ്യം എന്നല്ല 4-5 പ്രാവശ്യം ഇവർ ഓരോരോ പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പോകും, എന്നിട്ട് തല്ലുക, എന്നിട്ട് പിന്നെയും വീട്ടിലേക്ക് ആട്ടി വിടുക. എന്റെ വീടിന്റെ പടി വരെ കൊണ്ട് വിട്ടിട്ടുണ്ട്. രാത്രി 7 മണിയാകുമ്പോൾ എന്നെ എന്റെ കുട്ടിനെയും കൂട്ടി നീ പോയി തൊടി വാങ്ങിയിട്ട് എന്റെ അമ്മന്റെ പേർക്ക് കുറച്ച് സ്ഥലമുണ്ട് ഇവരുടെ അവിടെ തന്നെ ഉള്ളത്. അത് എന്റെ അമ്മമ്മയുള്ള കാലത്ത് അമ്മന്റെ പേർക്ക് കൊടുത്തതാണ്. അത് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെന്നെ കല്യാണം കഴിച്ചത്. ഇല്ലെങ്കിൽ കഴിക്കില്ല എന്ന് എന്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇയാള് തന്നെയാണോ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടുന്നത്? ആ ഇവര് തന്നെയാണ് വീട്ടിൽ കൊണ്ട് ഞാൻ പുറപ്പെട്ടില്ലാന്ന് പറഞ്ഞാൽ എന്നെ തല്ലിയായിട്ട് വീട്ടിൽ കൊണ്ട് 2-3 പ്രാവശ്യം കൊണ്ട് 2-3 പ്രാവശ്യം കൊണ്ട് വിടുകയും ചെയ്തിട്ട് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പിന് അച്ഛൻ പറയും എന്റെ മകൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. നിങ്ങൾ പോകാൻ പറ്റുകയാണെങ്കിൽ നേരെ പോയി ഇരുന്ന് സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാനും പെണ്ണും കുട്ടിയായിട്ട് സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പോകണ്ട, അതാണ് നല്ലത്. ഈ മനുഷ്യന്മാർക്ക് കൊച്ചിക്കോലി കാട്ടാനും ആൾക്കാർക്ക് ചിരിക്കാനും വേണ്ടിട്ട് എന്തിനാ നിങ്ങൾ പോണത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മരിച്ചുപോയ ആങ്ങളെയും കൂടെ പറഞ്ഞു ഇപ്പൊ ഈ പോണത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് അവന്റെ സ്വഭാവം
സ്വഭാവം വീണ്ടും മാറി, ഇതായിരിക്കില്ല അവന്റെ വീണ്ടും സ്വഭാവം മാറി, പിന്നെയും നിന്നെ തല്ലു അടിക്കുക നീ ചെയ്തിട്ട് വീണ്ടും എന്റെ ഉണ്ണിക്ക് ഈ ഗതി ആവുമോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയായി, ഒരു മിനിറ്റ്. അതേപോലെ തന്നെ എന്റെ മരിച്ച എന്റെ നേരെ മൂത്ത ആങ്ങളെ മരിച്ചത് 1 വർഷം ആയിട്ടുള്ളൂ മരിച്ചിട്ട്. കഴിഞ്ഞ ജൂൺ 30-ാം തീയതിക്ക് 1 വർഷമായിട്ടുള്ളൂ മരിച്ചിട്ട്. വാട്ടർ ബെഡിൽ കിടന്നത് 18 വർഷം നോക്കി 38ാമത്തെ പിറന്നാളാണ് മേഡം ഒന്ന്. അല്ല, അയാള് അവിടെ വീട് വെച്ചല്ലോ, അപ്പൊ വീടൊക്കെ പണിതല്ല ഇയാള്. അപ്പൊ നിങ്ങള് എന്താണ് കുറച്ച് മരം ചോദിച്ചോ, കൊടുത്തില്ല? മരം ചോദിച്ചു ഇവരുടെ വീട്ടിലേക്ക്, അതായത് ഇവരുടെ തറവാട്ട് വീട്ടിലേക്ക് മരം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തറവാട്ട് വീട്ടിലേക്ക് മരം എടുത്തിട്ട് ഇവരൊന്നും തന്നില്ല എന്ന് പറയുന്നത്. ഇവരുടെ അമ്മ പറഞ്ഞത് ഇവരുടെ അമ്മാനപ്പന്റെ മുതലാണ്, അതായത് എന്റെ അമ്മന്റെ പേർക്ക് എഴുതി കൊടുത്താണ് സ്ഥലം. എന്റെ അമ്മയ്ക്ക് 13 വയസ്സിൽ എഴുതി വെച്ചതാണ്. ഒരു 85 സെന്റ് സ്ഥലമുള്ള തൊടിയാണ്, അതായത് തേക്കും തൊടിയാണ് ഉള്ളത്. ആ തേക്കും പനിയും കൂടിയിട്ടുണ്ട്. ആ 85 സെന്റ് സ്ഥലത്തില് ഒരു 2 മരം വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഈ 2 മരത്തിന്റെ പകരം ഇവര് പകുതി മുക്കാലും ഇവരുടെ വീട്ടിലേക്ക് വേണ്ട മറ്റേ ഓട്ട് പരിക്കുക, അതായത് ഇവരുടെ അനിയനിരിക്കുന്ന തറവാട്ട് വീട്ടിലേക്ക് അതിലേക്ക് വേണ്ട മരങ്ങൾ, തേക്ക് മരങ്ങൾ, ഈ ചീനാഞ്ചിക്കുള്ളതും കഴുക്കോലുകളും ഒരുപാട് മുറിച്ചെടുത്തിട്ടുണ്ട്, പണിത്തരങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ വിറക് പോലും ഇവരുടെ പെങ്ങന്മാരുടെ വീട്ടിലേക്കാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. വീട്ടിലേക്ക് തീ കത്തിക്കാൻ പോലും എടുത്തിട്ടില്ല. അതായത് ഇവരുടെ തറവാട്ട് വീട്ടിലേക്ക് ഞാൻ എന്റെ കുട്ടിനെ അവിടെ ഇരിക്കുന്ന സമയത്ത് തീ കത്തിക്കാൻ പോലും വീട്ടിലേക്ക് എടുത്തിട്ടില്ല. ഈ വീട്ടിലേക്ക് അതുപോലും എടുക്കാണ്ട് ഇവര് എന്നിട്ട് പറയുന്നത് എന്റെ അമ്മാനപ്പന്റെ മുതലാണ് ഞാൻ എടുക്കും എന്നാണ് പറയണത്. ഇവരുടെ അമ്മ പറഞ്ഞതാണ്, എന്റെ അമ്മാനപ്പന്റെ മോനാണ് ഞാൻ എടുക്കും. അപ്പൊ എന്റെ അമ്മയ്ക്ക് കഴിച്ചിട്ടല്ലേ ഉള്ളൂ, അപ്പൊ ഇവർക്ക് വീട്ടിലേക്ക് സ്ഥലം വേണം ഇത് വേണം പറഞ്ഞിട്ട് പറഞ്ഞപ്പോ ഇവർക്ക് അത് കൊടുത്തിട്ട് ഇവരിങ്ങനെ പറയണു. അപ്പൊ ഈ സ്ഥലം ഇവര് പറയുന്നത് ഇവരുടെ പേർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തു എന്ന് പറയണ ഒരു തെളിവ് ഞാൻ കണ്ടിട്ടില്ല അതുവരെ. ഞാൻ വന്നപ്പോ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേർക്ക് അമ്മന്റെ പേർക്കുള്ള 22 പുതിയ വീട് പണിതിരിക്കുന്ന സ്ഥലം ആരുടെ പേരിലാന്ന് വിജിക്ക് അറിയില്ല. ഇവരുടെ പേർക്കാണെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു രേഖയും ഞാൻ കണ്ടിട്ടില്ല. ഒരു കറണ്ട് ബില്ല് മാത്രം അടിക്കുന്നുണ്ട് ഇവരുടെ പേര്. ആരുടെ പേരില? അത് വസ്തു ഭാഗം വെച്ചിട്ടില്ല, ഭാഗം വെച്ചില്ല. മൊത്തം അമ്മന്റെ പേരിലാണ് സ്ഥലം കിടക്കുന്നത്. 22 സെന്റ് വീട് ഉണ്ടാക്കിക്കോ പറഞ്ഞിട്ട് അമ്മ തന്നു. അതിലൊരു വീട് വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് സ്ഥലം എന്റെ പേരിൽ എനിക്ക് ഇവര് പറയും എന്തേലും പറഞ്ഞാൽ എന്റെ പേർക്കാണ് സ്ഥലം, ഞാൻ എന്ത് വേണം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ നോക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു വാങ്ങിക്കാനുള്ളതുണ്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയും. ഞാൻ പറയുന്നത് എന്തായാലും വാങ്ങിച്ചു അവനവന്റെ പേര് കാക്കിയതാണെങ്കിൽ നമുക്ക് ഒരു ഇതില്ല. അത് ഇവരില്ല സമയത്ത് പറയില്ല മേഡം, ഇവരില്ലാത്ത സമയത്താണ് ഒരുപാടും പറയണത്. ഇവരില്ലാത്ത സമയത്തും അച്ഛനുള്ള ഇല്ലാത്ത സമയത്തും ഇവരും അച്ഛനും ഉണ്ടാകുമ്പോൾ അമ്മ പറയില്ല. ഇവരും അച്ഛനും ഇല്ലാത്ത സമയത്ത് അലേശനും ഇല്ലാത്ത സമയത്ത് ഇവര് ആ സ്ഥലം ഇപ്പൊ ഇയാളുടെ പേരിലല്ല എന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾ ആ സ്ഥലത്തുനിന്ന് മണ്ണെടുക്കാൻ? അതുകൊണ്ടാണ്. കാരണം അവരുടെ അമ്മയുടെ ഒരു ഉറപ്പില്ല. അമ്മയുടെ പേര് കോമൺ ആയിട്ട് ഉള്ള ഒരു സ്ഥലത്ത് വെച്ചു. ഒരു മകന്റെ കല്യാണം കഴിഞ്ഞ് അമ്മ 5 സെന്റ് അമ്മ എങ്ങ് എഴുതി തന്നാൽ എന്താണ് കുഴപ്പം? എല്ലാവർക്കും ഉള്ളത് എനിക്ക് തന്നാൽ അനിയനും കൊടുക്കണം, അനിയനും കൊടുത്താൽ ഇതും കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. അപ്പൊ എന്റെ പിറ്റത്തെ കാലത്ത് എങ്ങനെ വെച്ചാൽ നമുക്ക് അതെങ്ങനെ വെക്കാൻ പറ്റും? ഈ വീട് പകുതിയാക്കി വീട് നിൽക്കുന്ന സ്ഥലം അമ്മക്ക് എനിക്ക് തരും. അത് പകുതി അങ്ങനെ എഴുതി വാങ്ങിക്കൂ. അത് അങ്ങനെ വാങ്ങിക്കാം. പക്ഷെ ഇവള് നിക്കുന്നില്ലല്ലോ. ഇപ്പൊ പറഞ്ഞില്ലേ, ഇവള് പോയി പറഞ്ഞില്ലേ ഇതായിട്ട്, ഇവള് ഞാൻ അടിച്ച് അവിടെ കൊണ്ടാക്കി പറഞ്ഞില്ലേ. എല്ലാ പ്രാവശ്യവും എന്നല്ല പറഞ്ഞത്. കുട്ടി പാല് കുടിക്കുന്ന സമയത്ത് ഇവര് ഫസ്റ്റത്തെ പ്രാവശ്യം ഗൾഫിൽ പോയിട്ട് വന്ന സമയത്ത് അപ്പൊ ഇവരുടെ കൂടെ കൊയ്ത്തായിരുന്നു. എനിക്ക് ഈ ശ്വാസം മുട്ട പൊടിന്റെ ഇതുകൊണ്ട് ഹാർട്ട് ഓപ്പറേഷൻ അപ്പൊ കഴിഞ്ഞിട്ടില്ല. 23/11/2011 ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. 24-ാം തീയതി 23-ന് അഡ്മിറ്റ് ചെയ്തു, 24-ാം തീയതി ഓപ്പറേഷൻ ചെയ്തു. അത് AB നെഗറ്റീവ് ആണ് ബ്ലഡ്. എവിടെയാ ചെയ്തത്? ശ്രീചിത്ര ഹോസ്പിറ്റലില്. ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണ്. കിട്ടാൻ ബുദ്ധിമുട്ട്. അതിന് ഒരുപാട് ഇത്തിരി അത്രയൊന്നും അല്ല, ഒരുപാട് എന്റെ മരിച്ചുപോയ ആങ്ങളെ അവന്റെ ജീവൻ വരെ പണയം വെച്ചിട്ടാണ്. അവന് ഈ 2 വിരലേ ഉള്ളൂ. 2 വിരല് പറഞ്ഞാൽ ഈ 2 കൈന്റെയും ഈ 3 വിരല് വർക്ക് ശേഷിയില്ല. ഈ 4 വിരലും കൊണ്ടാണ് അവൻ ഓരോരോ ഫോണിൽ ഓരോരോ അത് അമർത്തി നമ്പറുകൾ എടുക്കുന്നത് എല്ലാറ്റിനും. അതിൽ ഇവരാരും ഉണ്ടായിരുന്നില്ല. ഒറ്റ മനുഷ്യന്റെ കൂട്ടി ഇവരുടെ വീട്ടിൽ ഇവര് വിളിച്ചു പറഞ്ഞപ്പോ ഇവര് അടുത്ത വായിക്ക് കുഴി വെട്ടിയിട്ട് പോകാനാ പറഞ്ഞത്. അച്ഛനെ വിളിച്ചെന്ന് അറിയിച്ചിരുന്നു. ഇവർക്ക് ഗൾഫിലായിരുന്ന സമയത്താണ് അറിയിച്ചത്. അപ്പൊ ആ വിളിച്ചു പറഞ്ഞ സമയത്ത് ഇവര് കുഴി വെട്ടിയിട്ട് പോകാൻ പറഞ്ഞു. ഇവരടുത്ത വായിക്ക് പറഞ്ഞത് അതാണ്. നീ പറഞ്ഞിട്ടില്ല പറഞ്ഞു. ഞാൻ അത് ഞാൻ ഓപ്പറേഷൻ വിളിച്ചു അറിയിച്ചിരുന്നോ? ഓപ്പറേഷനാണ് ഞാൻ ഇവിടുന്ന് പോകുമ്പോ പറഞ്ഞത് ഇന്ന ഡേറ്റിന് പറഞ്ഞു. ഇവിടുന്ന് പോയതോടുകൂടി വിളിക്കുക. ഞാൻ എല്ലാ മാഡം അപ്പോഴേ ചോദിച്ചില്ലേ നിങ്ങൾ ആ ഓപ്പറേഷന് വേണ്ടി നിങ്ങൾ എന്ത് സഹായം ചെയ്തു ചോദിച്ചില്ലേ? വിളിച്ചിട്ടും അപ്പൊ ആ സമയത്ത് സ്വർണം സ്ഥലം വെക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ അത് കാരണം എന്റെ കയ്യിലുള്ള ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത്, ഞാൻ ആദ്യം ജീവിച്ചിരുന്നിട്ടല്ലേ എന്റെ അച്ഛനെ സ്വത്തും മുതലും എന്റെ ഉള്ള സ്വർണ്ണം കൊടുത്ത് വിറ്റോളിയും പറഞ്ഞു.
അത് ഉള്ളതെടുത്ത് വിറ്റു. ഉള്ള സ്വർണ്ണം എടുത്ത് വിറ്റ് 3 ലക്ഷം രൂപയോളം ആയിട്ടുണ്ട് ഓപ്പറേഷന്. അല്ല ആ സ്വർണമാണോ ഇയാള് ആ അലമാര കൊണ്ട് പൂട്ടി വെച്ചിരുന്നത്? അല്ല. ഇയാളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം ആ സ്വർണ്ണമില്ല, കളവ് പോയി, ഇയാളെ കള്ളനാക്കി. അതാണ് ഇയാൾക്ക് എന്താ ശരിക്കും അതെന്താന്ന് പറഞ്ഞുതരാം മാഡം. ഞാൻ ഫോൺ വിളിച്ചാന്ന് പറഞ്ഞല്ലോ, താലി പൊട്ടിച്ചതിന്റെ അത് കഴിഞ്ഞ് ഞാൻ എന്റെ ആങ്ങളേക്ക് ഫോൺ വിളിച്ചു. ആ ഫോൺ വിളിച്ച് പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ സാധനവും കൂടി ഈ സ്വർണ്ണവും സാധനങ്ങളെല്ലാം കൂടി ഞാൻ വെളിയിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സൂക്കേസിലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്നുകൊണ്ട് സൂക്കേസിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എന്റെ മരിച്ചുപോയ ആങ്ങളുടെ അടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ അച്ഛൻ വന്ന് മെയിൻ ഓഫ് ചെയ്തു. പിന്നെ നോക്കുമ്പോ അലമാര ഇത് കാണാനില്ല, ബാഗും കാണാനില്ല. പിന്നെ ഞാൻ എന്തായാലും സൂക്കേസിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും വിചാരിച്ചിട്ട് ഞാനിരുന്നു. പിന്നെ നോക്കുന്ന സമയത്ത് ആ സൂക്കേസിന്റെ ഇതിലും കാണാനില്ല. ഇവിടെ എന്താ പറയാ കോട്ടയത്തിന്റെ അവിടെ എത്തിയിട്ടാണ് അത് കാണാനില്ല. അച്ഛൻ പറഞ്ഞു അതിന് ചില്ലറ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ പക്ഷേ എൻ്റെ അടുത്തും 3500 റുപ്യ ഉണ്ട്. എന്നാൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷയും കൊണ്ടാണ് ഇവര് വന്നത്. അപ്പൊ എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, അത് എടുത്തിട്ട് ചൈൽ ചില്ലറയുണ്ട്, നിങ്ങൾ എടുത്ത് തരാം. അപ്പൊ ബാഗ് തുറന്നപ്പോ ബാഗും കാണാനില്ല, സ്വർണ്ണവും ഇല്ല. അപ്പൊ നിങ്ങൾ അങ്ങ് ധരിച്ചു പോയി അത് ഇവരെടുത്തു എന്നുള്ളത്. ആ കാണാനില്ല. ഇവിടെ വന്ന് നോക്കിയപ്പോ ഇതിലും ഇല്ല. അല്ല, യഥാർത്ഥത്തിൽ അലമാരിലായിരുന്നല്ലോ. അലമാറയിൽ ഞങ്ങള് വെച്ചതല്ല മേഡം, അത് താക്കോലും ഇല്ല. അതല്ലേ പറഞ്ഞത്, താക്കോലും ഇല്ല. വേറെ താക്കോല് വീട്ടിൽ വെച്ചിട്ട് ഞാൻ എപ്പോഴും ഒരു താക്കോല് കൂടെ അലമാരയിൽ 2 താക്കോൽ ഉണ്ടാവും. സ്പെയർ താക്കോൽ ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ആ താക്കോലും കൊണ്ടാണ് സ്വർണ്ണം അതിൽ കണ്ടു. എനിക്ക് എന്റെ അച്ഛനമ്മയെ പ്രസവിച്ചു സ്വർണ്ണം അയാൾ എടുത്തിട്ടില്ല. നിങ്ങളുടെ ഞങ്ങള് വേണം പറഞ്ഞിട്ട് മനഃപൂർവ്വം ചോദിച്ചപ്പോ ഇവരും പറഞ്ഞില്ലല്ലോ. ഇവര് ഞങ്ങൾ വീട് പോണ സമയത്ത് മേഡം ഇവര് ചെയ്തിട്ടില്ലെങ്കിൽ ശരിയെന്ന് ഞങ്ങൾ പോണ സമയത്ത് വീട്ടിൽ ആളുണ്ടാവാലോ. ഇവരെല്ലാരും കൂടി വാതിലടച്ച് പൂട്ടിയും കൊണ്ട് അങ്ങോട്ട് പോയി എന്റെ അച്ഛനെ നാട്ടുകാരൊക്കെ കണ്ടവരൊക്കെ എന്താണ് വിഡ്ഢികളാണ്. ഈ വിഡ്ഢികളൊന്നും അല്ല പറഞ്ഞത് നോക്ക് സാർ, എന്താ ഈ സാഹചര്യമല്ലേ പറയുന്നത്. പറഞ്ഞു ഫസ്റ്റ് ദിവസം വന്നു ചാവിയില്ല പറഞ്ഞു. പിന്നെ 7-ാം പക്കം വന്ന് ഇവളുടെ കൈ കൊണ്ട് താക്കോലാന്ന് പറഞ്ഞില്ല. 2 താക്കോലും അവളുടെ അടുത്തുണ്ട്. ഞാൻ കുട്ടിയെ അതേ സ്പോട്ടിൽ സത്യത്തിന് വിളിക്കാൻ അവിടെ കിടക്കുന്ന നീലവട്ടാരി അമ്മയാണ് സത്യം. ഇത് അലമാര ഇങ്ങോട്ട് എടുത്തിട്ട് വന്ന ശേഷം ഞാൻ ഇവിടെ അവിടുത്തെ ആശാരി ഭാസ്കരൻ പറഞ്ഞ ആശാരിന്റെ അടുത്ത് വേറെ താക്കോലും ആ ലോക്കും കൂടി ഞാൻ വേറെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്തായാലും നിങ്ങൾ അലമാര തുറന്നു കഴിഞ്ഞപ്പോ നിങ്ങളുടെ എല്ലാ സ്വർണവും നിങ്ങൾക്ക് ആവശ്യം എല്ലാം അതിലുണ്ടായിരുന്നു. ആ പേപ്പറുകളൊക്കെ അതിലുണ്ടായിരുന്നു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നാട്ടുകാരെല്ലാരും ഇയാളെ കള്ളനാന്ന് ധരിച്ചു. അത് ചെയ്തത് കൊണ്ടല്ലേ മേഡം. പിന്നെ ആ താക്കോൽ എവിടെ പോയി? ഇന്നും ആ താക്കോൽ ഇല്ലല്ലോ. അതല്ലേ, ഇന്നും ആ താക്കോലില്ല. ഇവര് ചെയ്തില്ലെങ്കിൽ ഇവരെ മെയിൻ ഓഫ് ചെയ്ത് വെച്ചു. എന്റെ ആ ബാഗും സാധനങ്ങളും ഇല്ലല്ലോ അവിടെ. അവർക്ക് കളവ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ആ സാധനം മാറ്റിവെക്കായിരുന്നല്ലോ. അവര് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ പോലീസിൽ പറയും എന്ന് പറഞ്ഞ പേടി കൊണ്ട് ഇവര് ചെയ്തു വെച്ചു. ഇല്ല സത്യം ഭഗവാനാണ് സത്യം, ശ്രീ പത്മനാഭനാണ് സത്യം. ഇതിലില്ലേ, ഇത് എന്റെ നെഞ്ചത്തോട്ട് പറയാ, ഇത് ഞാൻ ചെയ്തിട്ടില്ല, എന്നെ ഈ അവസ്ഥയിലാക്കിയത് ഇവിടാണ്. കട്ടു പറഞ്ഞു എന്നെ ഒരിക്കലും ഒരു ഭാര്യ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ അലമാരിൽ ഇത്രയും സ്വർണ്ണുണ്ട്, താക്കോല് അയാളുടെ കയ്യിലുണ്ട്, എത്രയോ വേണമെങ്കിൽ അയാൾക്ക് അത് ഉപയോഗിക്കാൻ. അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ പറഞ്ഞു ഇന്ന സാധനങ്ങൾ അതിലുണ്ട്, ഞങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പോലീസിനെയും കൊണ്ട് വരും. അന്നത്തെ നിങ്ങളുടെ മാനസികാവസ്ഥയില് നിങ്ങൾ തിരിച്ചു വരട്ടെ. ഒരു പക്ഷെ അയാൾ എടുത്ത് ഭദ്രമായിട്ട് വെച്ചത് നിങ്ങൾ ഇതിന്റെ പേരിലെങ്കിലും തിരിച്ചു വരുമല്ലോ. എനിക്ക് വീടുണ്ട് ഇല്ലേ, എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഇപ്പോൾ സന്തോഷമായിട്ട് ഒരു വീട് കയറ്റി അതിലിരിക്കും. ഈ പ്രശ്നം കാരണം കൊണ്ട് ഇപ്പോൾ 4 മാസം 3 ദിവസമായി ഇവിടെ പോയിട്ട് ആ വ്യക്തിനെ ഞാൻ വിളിച്ചു. എന്താണ് ബാബുട്ട, എന്താണ് പെങ്ങളിങ്ങനെ, അവൾക്ക് ഒപ്പം നോക്കിയല്ലോ തന്നെ, ഞാൻ എന്താ ചെയ്യുക പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞു നീ എന്താ വെച്ചാൽ നീ നേരെ ഇങ്ങനെയുള്ള കേസ് കൊടുത്തിട്ട് നേരിട്ട് പറയും എന്ന് പറഞ്ഞിട്ട് ആ ഇത് കാരണം കൊണ്ടാണ് സ്വന്തം ആങ്ങള പറഞ്ഞത് കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അതിൽ എൻ്റെ മൊബൈലിൽ എൻ്റെ അമ്മയ്ക്ക് വിളിക്കുന്നത് എന്താ മകനെ ചെയ്യേണ്ടത് പറഞ്ഞപ്പോൾ നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ പറയുക, എന്നിട്ട് പറയുക. സ്വന്തം ആങ്ങളെ അങ്ങനെ പറയുമോ?